ഇത് നല്ലൊരു അടിപൊളി അവിയലാണ് കേട്ടോ. അപ്പോൾ അവിയലിന് വേണ്ടുന്ന കഷ്ണങ്ങളെല്ലാം ആദ്യം മുറിച്ചെടുത്തു. അവിയലിന് വേണ്ടുന്ന കഷ്ണങ്ങൾ ഇത് ഓരോന്നായിട്ട് നമ്മളെ ചട്ടിയിലേക്ക് ഇടാം. അപ്പോൾ ആദ്യം തന്നെ ചേന, ബീൻസ്, കോവയ്ക്ക, പിന്നെ പച്ചക്കായി, വെള്ളരിക്ക, ക്യാരറ്റ്, ചക്കപ്പൂല്, കുഞ്ഞിച്ചക്കാട്ട, മുരിങ്ങാക്കോല്, പിന്നെ ഉരുളക്കിഴങ്ങ്. അപ്പം നമുക്ക് അവിയൽ വെക്കാൻ നിർബന്ധമായിട്ടും വേണ്ടത് കൈപ്പക്കയാണ് കേട്ടോ. കൈപ്പക്ക ഇല്ലെങ്കിൽ നമ്മൾ അവിയൽ വെക്കില്ല. അപ്പോൾ കൈപ്പക്കയാണ് നമ്മുടെ അവിയലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ, 2 പച്ചമുളക് കേട്ടോ, 2 പച്ചമുളക് ഇടുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി, അത് കണക്കെ ഉപ്പ് കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ. കുറച്ചിടാം, പിന്നെ നോക്കിയിട്ടിടാം. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ ഓരോ സ്ഥലത്തൊന്നും ഈ അവിയലിന് കയ്പക്ക ഇടുന്നാണെന്നില്ലല്ലോ. നമുക്ക് കയ്പക്ക നിർബന്ധമാണ് കേട്ടോ. പാവയ്ക്ക, അപ്പോൾ പാവയ്ക്കില്ലെങ്കിൽ നമ്മൾ അവിയലൊക്കെ ഇല്ല. അപ്പം ഇനിയിപ്പോൾ എല്ലാ കഷ്ണമുണ്ട്, അതുകൊണ്ട് ഒന്ന് അവിയൽ വെക്കാൻ വിചാരിച്ചിട്ട് ഇതെല്ലാം ഒന്നും കൂടി പെരക്കിയിട്ട് കുറച്ചേ വെള്ളം ഒഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വെന്ത് പടിയൊന്നും വേണ്ടല്ലോ കഷ്ണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇത് വേകുമ്പോഴേക്ക് നമുക്കിതിൻ്റെ അരപ്പില്ലേ, തേങ്ങ ഒതുക്കാൻ വേണ്ടിയിട്ട് ആ പണിയെടുക്കാം. അപ്പോൾ ഇത് ഇടുന്ന് വേവുകയും ചെയ്യും. അപ്പോൾ അവിയൽ നമ്മൾ തേങ്ങ ഒതുക്കലാണ് കേട്ടോ, മുതിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ തേങ്ങ ഒതുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, നല്ല ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ചേർന്ന് ഒന്ന് ചതച്ചെടുക്കേ വേണ്ടു. മുതിയ ഇറക്കിയൊന്നും വേണ്ട, ചതച്ചെടുക്കൽ. അപ്പോൾ തേങ്ങ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കേ വേണ്ടു കേട്ടോ. ഇങ്ങനെ അവിയലിന് കൂട്ടൽ ചതച്ചെടുത്തിട്ട്. അപ്പോൾ കഷ്ണമെല്ലാം നല്ല വാങ്ങൽ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കഷ്ണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങ കൂട്ടാം. അപ്പോൾ അവിയലിൻ്റെ കഷ്ണമെല്ലാം നല്ലോണം വന്നു. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒതുക്കിയതില്ലേ, ആ തേങ്ങ ഒതുക്കിയത് ഇതിലേക്ക് കൂട്ടാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ടേ ഒന്ന് അടച്ചു വെക്കണം. ഒന്ന് ഇത് അടച്ചു വെക്കണം, തേങ്ങ കൂട്ടിയത്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഈ തേങ്ങയിലൊന്ന് സെറ്റായിട്ട് ഇതിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് തൈര് കൂട്ടാം. ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ കൂട്ടിയിട്ടും വെക്കാട്ടോ. അതിൽ
തൈരുണ്ടായതുകൊണ്ട് തൈരാണ് കൂട്ടും. തൈരിന് പകരം മാങ്ങ കൂട്ടിയിട്ടും അവിയലും ഒക്കെ ഉണ്ട്. ഉപ്പുണ്ടോട്ടെ. ഉപ്പുണ്ട് കേട്ടോ, കല്ലുപ്പിട്ടുകൊണ്ട് ഉപ്പ് കറ്റുപ്പുണ്ട്. ആയിട്ടാ നമ്മൾ അവിയൽ റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചക്കന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയിൽ നിന്ന് അടിച്ചാൽ നമ്മളെ അവിയൽ റെഡിയായി. സൂപ്പർ അവിയൽ റെഡിയായിട്ടാ. എല്ലാവരും ഇങ്ങനെ തന്നെ അത് വെക്കൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടാ. നമ്മളെ രുചി വിട്ടിട്ട് വേറൊരു രുചി കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പം ഇങ്ങനെ ഇഷ്ടമുള്ളവർ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കും കേട്ടോ. നല്ല അടിപൊളി അവിയൽ റെഡിയായിട്ടാ.